ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാധന ദൈവജനത്തിന് ഉള്ള അവകാശമാണ്. ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ. ഇസ്രായേലിനുള്ളതാണ് ആരാധന. പുത്രത്വം അവർക്കുള്ളതാണ്. അവകാശങ്ങൾ, പ്രത്യാശ, ക്രിസ്തു ഇതൊക്കെയും ഇസ്രായേലിനുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ആരാണ് ഇസ്രായേൽ? എന്താണ് ഇസ്രായേൽ? ഇസ്രായേൽ ദൈവത്തിന്റെ കാന്തയെന്നും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അർത്ഥമായിട്ട് പഠിക്കുന്ന വിഷയങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാകുന്നു, ഇവനിൽ കപടമില്ല. ഏറ്റവും ആദ്യമേ തന്നെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവമാണ് കപടമില്ലായ്മ. കപടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്തുണ്ടോ, അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് മുഖത്തുണ്ടാവും. അത് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. മറച്ചു വെക്കില്ല. ആത്മാവിൽ കപടമുള്ളവരുണ്ട്, മനസ്സിൽ കപടമുള്ളവരുണ്ട്, വാക്കുകളിൽ കപടമുള്ളവരുണ്ട്. കപടം ധാരാളം വിധത്തിലാണ്. ലോകം മുഴുവനും കപടത്തിന് മുങ്ങിക്കിടക്കുന്ന ഒരു ലോകമാണ്. എന്നാൽ ദൈവം ഒരു മനുഷ്യൻ ഏത് നിലയിലുള്ളവരായിരുന്നു, ഞാൻ അവന്റെ രക്ഷിതാവെന്ന് പറയാനായിട്ട് കർത്താവ് തയ്യാറാകണമെങ്കിൽ ഈ അടിസ്ഥാന ഘടകം ഉണ്ടാവണം. ഏത് ഘടകം? കപടമില്ലാത്ത ഒരു ഘടകം. കപടമില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ഒന്ന് മറച്ചു വെച്ചതിന് ശേഷം മറ്റൊന്ന് പ്രവർത്തിക്കില്ല. അവൻ ഒന്ന് മറച്ചു വെച്ചതിന് ശേഷം, സത്യം മറച്ചു വെച്ചതിന് ശേഷം മറ്റൊന്ന് സംസാരിക്കില്ല. അത് ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നേരുള്ളവനാണ്, അതുപോലെ തന്നെ മനുഷ്യൻ നേരുള്ളവനായിരിക്കണം, കപടമില്ലാത്തവനായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കപടമില്ലാത്തവനായിരിക്കണം. രണ്ടാമത്തത് 73 സങ്കീർത്തനം പറയുന്നത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാണെന്ന് വെച്ചാൽ നിർമ്മല ഹൃദയമുള്ളവരായിരിക്കണം. അത് നഷ്ടപ്പെട്ടു പോയാൽ അവ ഇസ്രായേലിനല്ല. ദാവീദ് അത് നഷ്ടപ്പെട്ടപ്പോഴാണ് നിലവിളിച്ചത്, കർത്താവേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണം. നിർമ്മലം, ഹൃദയ നിർമ്മലം. അടുത്തതാണ് പറയുന്നത് ഇസ്രായേൽ അവൻ എൻ്റെ മകൻ, എൻ്റെ ആദിജാതൻ, എന്നെ ആരാധിപ്പാൻ എൻ്റെ മകനെ വിട്ടയക്കണം, എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ മകനെ വിട്ടയക്കണം. ദൈവത്തിന്റെ മകനാണ്. ഇങ്ങനെ പോകുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിശദീകരണം. ഇത് ആരെ കുറിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥ ഇസ്രായേൽ? ഇസ്രായേൽ ആരാന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ചിന്തയിൽ വരുന്നത് ഇന്ന് നമുക്ക് പാലസ്തീനിൽ കാണുന്ന ഇസ്രായേലിനെയാണ്. ഇത് ജഡപ്രകാരം, ഒരിക്കലും ആത്മപ്രകാരം അവർ ഇസ്രായേല്. ആത്മപ്രകാരമുള്ള ഇസ്രായേല് എന്ന് പറയുന്നത് സഭയാണ്. അതായത് ദൈവസഭയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ. അതാണ് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമാണ് പരിച്ഛേദനക്കാർ, നാമാണ് ഇസ്രായേൽ. അപ്പോ ഇന്ന് കാണുന്ന പാലസ്തീനിൽ കാണുന്നവർ ജഡപ്രകാരമുള്ള ശരീരത്തിൽ ഒരു ഇസ്രായേലിലാണ്. സഭ ആത്മാവിൽ ഇസ്രായേലിലാണ്. യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ആത്മാവിലും ജഡത്തിലും ഒരുപോലെ ഇസ്രായേലിനായിട്ടുള്ള പൂർണ്ണനായ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരുവൻ മാത്രമാണ്, അത് യേശുക്രിസ്തു. അതാണ് 22-ാം സങ്കീർത്തനം വായിക്കും പറയും, ഇസ്രായേലിലെ സ്ത്രീകളുടെ വസിക്കുന്നതിനാണ് ദൈവം.
യേശു ഒന്ന് സ്തുതിച്ചാൽ മതി. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പൊ വെളിപ്പെടും. അതാണ് ആ കണ്ടത് മുഴുവൻ. യേശുവിന്റെ ജീവിതം മുഴുവൻ. യേശുവിനെ പിടിക്കാനായിട്ട് ആളുകൾ വന്നപ്പോ യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾ നസ്രായനായ യേശുവിനെ തിരയുന്നു പറയുമ്പോ, അത് ഞാൻ തന്നെയാണ് എന്ന് യേശു പറഞ്ഞപ്പോ ഇത് കേട്ടവര് പിൻവാങ്ങി നിലത്ത് വീണുപോയി. അത്രമാത്രം വാക്കിന്റെ ശക്തിയാണ്. അത് ആ വാക്കിന്റെ ശക്തി യേശുവിന്റെ വാക്കിന്റെ ശക്തി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിന്റെ വാക്കിന്റെ ശക്തിയാണ്. ആത്മാവിനും ജഡത്തിനും ഇസ്രായേലിനായിട്ടുള്ളവൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവൃത്തിക്ക് പിന്നെ മറ്റൊരു നീക്കുപോക്കില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കുക. ഞാൻ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സകല ഇരുട്ടും നീങ്ങിപ്പോയി കഴിഞ്ഞു. വെളിച്ചം പ്രകാശിക്കുന്നു. ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്ക് കർത്താവിന്റെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഇവിടെ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇസ്രായേലിലാണ് നമ്മൾ പഠിച്ചു. പുറമേ നമുക്ക് പല നിറം, പല പൊക്കം, പല കുടുംബം ഒക്കെ നമുക്ക് പലതരത്തിലും പലതും പറയാറുണ്ട്. പക്ഷെ ആത്മാവിൽ നമ്മൾ ഇസ്രായേലിലാണ്. അകമേ ഇസ്രായേലാണ്. അകമേ യഹൂദന്മാരാണ് ദൈവസഭ. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? ഇവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോകം സദാസമയം ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഇവരെ ഒന്ന് കൈ കിട്ടും? എങ്ങനെ ശത്രു ഒന്ന് ആയുധമാക്കിയെടുക്കും? അതിനു വേണ്ടിയിട്ട് അവരെ പലതരത്തില് ഉപദ്രവിക്കും, ധിക്കാരം കാട്ടും, അവരോട് അവർക്ക് നഷ്ടം വരുത്തും, അവർക്ക് കഷ്ടം വരുത്തും, പലതരത്തിൽ ഇവരെ ഉപദ്രവിക്കും. കാരണം ഇങ്ങനെ ഉപദ്രവം വരുമ്പോഴേക്കും ഇവരിൽ പ്രതികാര ചിന്ത ഉദിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതികാര ചിന്ത ഉദിക്കാൻ. അതിന് ചരിത്രം ഉണ്ട്. അതായത് നമ്മൾ അടൂരൊക്കെ പോകുമ്പോ ആ അടൂർ ടൗണിൽ ഒരു കുളം കാണും. ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് പറയാം. ഈ കുളം എന്ന് പറയുന്നത് അവിടെ പണ്ട് വലിയൊരു തറവാട്ടുകാരൻ, ഇന്നത്തെ ഈ പറഞ്ഞ കോടീശ്വരന്മാർ, അന്നത്തെ കാലത്ത് വലിയ ഒരു തറവാടിരുന്ന ഒരു കുടുംബം വലിയൊരു കുടുംബം ഇരുന്ന സ്ഥലം. പണ്ട് ഒരു രാജാവ്, മാർത്താണ്ഡവർമ്മ രാജാവ് ഒളിച്ചോടി നടക്കുന്ന സമയത്ത്, അതായത് ചില സാഹചര്യം അദ്ദേഹത്തിന് വന്നങ്ങനെ രാജസ്ഥാനം ലഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അനുഭവം. അങ്ങനെ വന്ന് ഈ തറവാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കുടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പൊ അവിടുത്തെ ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെ വഴിയെ പോകുന്നവർക്കും അവർക്കും കൊടുക്കാനുള്ളതല്ല, ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ ഭക്ഷണവും. ആളാകാന്നറിയാം. ഈ വന്നയാള് രാജവംശത്തിൽപ്പെട്ട ആളാണ്. അവർക്ക് അയാള് ഇന്നലെ നാളെ ഒരു സ്ഥാനത്ത് വരും എന്നുള്ളതൊക്കെ അറിയാം. ഇവരുടെ ഈ വാക്ക് കേട്ട് ആ മനുഷ്യനൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയതിനു ശേഷം അത് അവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം. മറ്റൊരു വീട്ടിൽ ചെന്ന് കയറി. ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോ തന്നെ അത് വലിയ വീടാ. അവിടെ ആ വീട്ടിലെ സ്ത്രീ പശുവിനെ കറന്ന് ഒരു വെള്ളിപ്പാത്രം, ഏതൊരു പാത്രത്തില് പശുവിനെ കറന്ന് ആ പാൽ അങ്ങനെ തന്നെ അരിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് പൂമ്പഴവും കൊണ്ടുവച്ച് തൊഴുത് മാറി. ഈ വന്നയാള് അത് കഴിച്ച് കുടിച്ച് ഇറങ്ങിപ്പോയി. നാളുകൾ കഴിഞ്ഞ് രാജസ്ഥാനത്തേക്ക് വന്നു. ഈ പറഞ്ഞ ആള് അന്നത്തെ വലിയ കലാപമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജസ്ഥാനത്തേക്ക് വന്നു. രാജാവായപ്പോൾ ഉടനെ തന്നെ കൽപ്പിച്ചത് അടൂര് ആ കുടുംബം കുളം. അങ്ങനെ കൽപ്പനയോടുകൂടി പട്ടാളക്കാരെല്ലാവരും കൂടെ വന്ന് ഇവിടെ ഉള്ളവരെ ഇറക്കി മാറ്റിയതിനു ശേഷം
ആ കെട്ടിടം, ആ വീട്, ഇത്രയും വലിയ വീട് പൊളിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു കുളം താഴ്ത്തി. ആ കുളമാണ് ആ കാണുന്നതെന്ന് ആ കുളത്തിന്റെ ചരിത്രം അധികവും ഒരുപാട് ഒന്നുമില്ല. ചില നൂറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ചരിത്രത്തിന്റെ. നമ്മളിവിടെ നമ്മളോട് ചിന്തിക്കുന്ന ഒരു വിഷയം, ആ മനുഷ്യൻ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ തനിക്ക് ആരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും എണ്ണിക്കുറിച്ച് തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് മുഴുവനും ഇല്ലാതെ പോയി. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ പറയണമെന്നാൽ അവർ ബാല്യം മുതൽ എന്നെ പലപ്പോഴും ഉപദ്രവിച്ചു. ചെറുപ്പം മുതലേ ഈ കൂട്ടർക്ക്, ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർക്ക് ചെറുപ്പത്തിലെ ബാല്യകാല ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ചരിത്രം ഒന്ന് എഴുതാൻ പറയണം. അത് ഇരിക്കുന്ന നിൽക്കുന്ന സംസാരിക്കുന്ന എനിക്ക് മാത്രമല്ല, ഈ കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിൽ എവിടെയായിരുന്നാലും ദൈവപൈതലാണോ അവന്റെ ചെറുപ്പം ഒന്ന് അവന്റെ കുഞ്ഞിലെ നാളെ ഒന്ന് പരിശോധിച്ചു നോക്കണം. അയ്യോ, സങ്കടകരമാണ്. ഓരോരുത്തർ ഓരോ സന്ദർഭങ്ങളിൽ അവരോട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സഹോദരങ്ങൾ ഓരോരുത്തരും ഞാനിങ്ങനെ ഇത് പരിശോധനയ്ക്കായിട്ട് ചോദിച്ചറിഞ്ഞു വെക്കാറുണ്ട്. അറിയണമല്ലോ. അങ്ങനെ വലിയ വിലയേറിയ പല കാര്യങ്ങളും ഇതിൽ നിന്ന് ലഭിക്കാറുണ്ട്. വിശേഷിച്ച് അതായത് ദൈവ കൃപയിൽ അല്ല ദൈവിക ലക്ഷ്യത്തിൽ വരുന്നവരുടെ ചരിത്രം അതായിരിക്കണം. ഈ ഉണ്ടുകഞ്ഞി എന്ന് പറഞ്ഞ പോലെ വെറുതെ ഉഴപ്പിപ്പോകുന്നവരുണ്ട്, അവരുടെ അല്ല വേണ്ടത്. വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടി നിന്ന് ഫലം കായ്ക്കുന്നവരുടെ ചരിത്രമാണ്. അതായത് സാക്ഷാൽ ഇസ്രായേലിന്റെ ചരിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ബാല്യം മുതൽ അവരുടെ ഹൃദയം നുറുങ്ങിയിട്ടുള്ളത് ഒരാൾക്കും അറിയാൻ പാടില്ല. അത് അവരുടെ ഹൃദയത്തിൽ വന്നു. അവർക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരോടും പരാതിയില്ല. അവർക്ക് ഇനി എന്തെല്ലാം അധികാരം വന്നാലും അത് അവർ തിരിച്ചു ചോദിക്കാൻ തയ്യാറുമല്ല. കാരണം അതൊക്കെ കഴിഞ്ഞ കാര്യം. ഞാനത് അനുഭവിക്കേണ്ടത് എന്റെ കാര്യം. നമ്മുടെ സഭയിലൊരു ആന്റി, അവര് ഇന്ന് വലിയൊരു നിലയിൽ സമ്പന്നയാണ്. ആ സ്ത്രീയോട് അവരുടെ സ്വന്തം അപ്പൻ ചെയ്തിട്ടുള്ളത് അത്രയധികം ഉപദ്രവങ്ങൾ. കാലങ്ങളായിട്ട് ബാല്യത്തിലെ തന്നെ വളരെ കഷ്ടപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് തന്നെ ഉള്ളില് ആ മനുഷ്യനോട് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രതികാര ചിന്തയുണ്ടാവും. അവര് പറഞ്ഞു, ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല, ആ കാലത്ത് എനിക്കത് അനുഭവിക്കാൻ പറ്റിയിരിക്കുന്നു. തീർന്നതോടുകൂടി തീർന്നു. അവിടെ പിന്നെ കണക്കുകൂട്ടി വെച്ച് ഓരോന്ന് കണക്കൂട്ടി വെച്ചതിന് ശേഷം അതിന് പ്രതികാരം ചോദിക്കുന്നത് എവിടെയൊന്നും ദൈവജനത്തിനില്ല. ഇവിടെയാണ് ഒരു ദൈവത്തിനുള്ളതാണോ അല്ലയോ എന്ന് അറിയുന്നത്. നമ്മുടെ പിന്നിലേക്ക് പരിശോധിച്ചാൽ അറിയാം. എത്ര പേര് ഇതിൽ പെട്ടുപോയിരിക്കുന്നു. വിശ്വാസത്തിലെ നമ്മള് ദാവീദിന്റെ ചരിത്രം പഠിക്കുമ്പോ ദാവീദ് തെറ്റ് ചെയ്തു, ഒടുവിൽ ദാവീദ് അതിൽ നിന്നൊക്കെ കയറിപ്പോയി. ഈ കുറ്റങ്ങൾ അനുഭവിച്ച മറ്റുള്ളവരുണ്ട്. എത്ര പേരതില് തകർന്നു. അഹീത്തോഫെൽ എന്ന് പറയുന്ന ആ വ്യക്തി ഏറ്റവും ജ്ഞാനത്തോടെ ഭരിക്കാൻ കഴിവുള്ളവനാണ്. അവനോട് ഈ ദാവീദ് ചെയ്ത പ്രവൃത്തി അവന് ഏറ്റവും കയ്പായി, ദേഷ്യമായി പരിണമിച്ചു. ആ പ്രതികാരം നോക്കിയിരുന്നു. ഒടുവിൽ ആ പ്രതികാരം ചോദിക്കാനായിട്ട് ഒരുങ്ങി. പ്രതികാരത്തിൽ നിന്ന് ദൈവം ദാവീദിനെ രക്ഷിച്ചു. പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയ അഹീത്തോഫെൽ പെട്ടുപോയി. ശിമെയി പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി, ശിമെയി പെട്ടുപോയി. സ്വന്തം മകൻ അബ്ശാലോം പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി, അവൻ
തകർന്ന് ആരുടെയായിപ്പോയി. തകർന്നല്ല, ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്യപൂർവമാണ്. അത്യപൂർവമാണ്. നിങ്ങളിൽ ഇസ്രായേലിന് ആരാധന ചോദ്യത്തിന് അത്യപൂർവമാണ്. അപൂർവമല്ല, അത്യപൂർവം. ഇവരെയാണ് ചെറിയ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത്. ഇവരുടെ ചെറുപ്പം മുതലേ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം. കാരണം മനസ്സുണ്ടായിട്ട് വേശ്യയാണ് ആയതാണോ രാഹാബ്? ആദാം മുതൽ മശിഹായുടെ തലമുറയെ പുറപ്പെടുവിക്കാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ രാഹാബിനെ തെരഞ്ഞെടുത്തു. രാഹാബ് ആരാ? വേശ്യ എന്ന് പറഞ്ഞാൽ പോരാ, പട്ടണവേശ്യ. അത്രമാത്രം ദുഷ്പ്രവൃത്തിക്കാരിയാണ്. പക്ഷെ കന്യകമാർക്ക് മാത്രം അവകാശപ്പെട്ടതായ ഒരു സ്ഥാനം അവൾ പ്രാപിച്ചു. മശിഹായുടെ തലമുറയെ പ്രസവിക്കുകയും ചെയ്തു. അപ്പൊ അതിനു മുമ്പുള്ള ജീവിതം അവളെ അങ്ങനെ ആക്കി തീർത്താരാ? സംശയം വേണ്ട, സംശയം വേണ്ട. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ രാഹാബ് ഇസ്രായേലിന്റെ സ്ത്രീയാണ്. ജാതിയിലെ ജനിച്ചത്, ജാതിയിലെ വളർന്നത്, ജാതികളുടെ കൂട്ടത്തിലാണ് ജീവിച്ചത്. ഇസ്രായേലിൽ എന്ന് പറയാൻ അവകാശം യാതൊന്നുമില്ല. പക്ഷേ ഹൃദയം കൊണ്ട് അവൾ ഇസ്രായേലിലെ യുവതിയാണ്. സമയമായപ്പോഴേക്കും അവിടെ നിന്ന് കർത്താവിന്റെ കരം അവളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന്റെ മധ്യയാക്കി. അവിടെ നിന്ന് അവൾ അവളുടെ അവകാശം പ്രാപിച്ചു. ഇത് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന് ഒരുവന് രണ്ട് വളർച്ചയാണ്. ഒന്നുകിൽ അവൻ ദോഷത്തിൽ വളരും. തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദോഷത്തിൽ മുതിർന്നു വരുന്നവരും. എത്ര വഞ്ചിക്കപ്പെട്ടാലും നന്മയാൽ തിന്മയെ ജയിച്ചു വളരുന്ന ഒരു കൂട്ടം. ഈ രണ്ട് വളർച്ചയാണ് ഇന്ന് ദൈവസഭയിൽ നോക്കിയാൽ കാണാനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ദൈവസഭ മുഴുവൻ നിറഞ്ഞു നിൽക്കുക, ലോകമെങ്ങും വിശ്വാസികളാ. പക്ഷേ ഓർത്തുകൊള്ളണം, ആരാണ് ഇതിൽ? എത്ര ഇസ്രായേലിനുണ്ട്? അവൻ മുമ്പ് ആര് എന്നുള്ളതല്ല, ഏത് നിലയിലെന്നുള്ളതല്ല. പിന്നെയോ, അതുകൊണ്ടാണ് കർത്താവ് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ആദ്യമേ തന്നെ വഞ്ചിക്കപ്പെടാൻ അവസരം കൊടുക്കും. ആദ്യം അവനെ പറ്റിക്കാൻ എല്ലാവരും കൊടുക്കും. അവൻ വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വഞ്ചിക്കപ്പെട്ടതിന് പകരം ചെയ്യാനായിട്ട് അവൻ ഒരുങ്ങിയിരിക്കും. അവൻ കുറിച്ചു വെച്ച് തനിക്ക് അവസരം കിട്ടുമ്പോൾ താൻ ഏറ്റതിന് ഇരട്ടിയായിട്ട് അവൻ പകരുന്നു. അവൻ ജയിച്ചെന്ന് വിചാരിച്ച്, പക്ഷെ ദൈവത്തിന് ഭാഗമായിട്ട് പേര് വെട്ടിയെന്ന ഏത് കൂട്ടത്തിൽ നിന്നും? ഇസ്രായേലിൽ നിന്നുള്ള പദവിയിൽ നിന്ന് പോയി. അവൻ ശത്രുവിന്റെ ആയുധ. കാരണം അവനെ തൊട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ പകരം വീണ്ടും. മറ്റൊന്ന്, എത്ര വഞ്ചിക്കപ്പെട്ടാലും എത്ര ഉപദ്രവിക്കപ്പെട്ടാലും അവനിൽ നിന്ന് നന്മയല്ലാതെ വരുന്നു. അവന് നന്മയല്ലാതല്ല. എനിക്കിത് സംഭവിച്ചെങ്കിൽ ഉത്തരവാദി ദൈവം പ്രവർത്തിക്കണം. അല്ലാതെ ഞാൻ സ്വന്തം കയ്യാൽ പ്രതികാരം ചോദിക്കില്ല. ഇങ്ങനെ വളരുന്ന ഒരു കൂട്ടം നമ്മള് കാണുന്നത്. ഈ രണ്ട് വളർച്ചയായിട്ട് ദൈവത്തിന്റെ ജനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ദൈവം ഈ രണ്ടുപേരെ ഉപയോഗിക്കും. ഒന്ന് ഹീനപാത്രത്തിനും ഒരു മാനപാത്രത്തിനും. അന്നേരമാണ് ഇതിന്റെ വ്യത്യാസം അറിയുന്നത്. ദൈവഹിതപ്രകാരം വളർച്ച പ്രാപിച്ച് സാക്ഷാൽ ഇസ്രായേലിൽ നിന്ന് കർത്താവിന്റെ വായു കൊണ്ട് സാക്ഷ്യം പ്രാപിച്ചതിനെ ദൈവം ഒരു ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലത്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അവനെ സംബന്ധിച്ചാണോ അവന് പഴയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, എന്താണ് നിന്റെ പഴയ ചരിത്രം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും ചരിത്രമുണ്ട്. ഒരുപാട് ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും. സ്തോത്രം. ഇന്ന് ഒരു കാര്യം ഓർക്കണം. ഇത് നമ്മൾ ഇവിടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സഭയിൽ വന്നു, കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ധരിച്ച് ഇത്രയും വന്നതിന് ശേഷം ഇനി നമ്മുടെ സ്വന്തം വഴിക്ക് പോകാനൊന്നും വിചാരിക്കേണ്ട. ഒന്നുകിൽ ഇസ്രായേലിൽ നിന്ന് തെളിയിക്കാം,
പ്രതികാര ബുദ്ധിയില്ലാത്തവനും തെളിയിക്കുക. ദൈവത്തിന് സ്ഥാനമെടുക്കാതെ പ്രതികാരം ദൈവത്തിനുള്ളതെന്ന് വിചാരിച്ച് ദൈവം പ്രവർത്തിക്കാൻ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവം ശ്രേഷ്ഠമായ ഒരു ആയുധമാക്കി നിന്നെ പണിയും. ഇനിയല്ല, അനുഭവിച്ചതിൽ മുഴുവനും മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് പകരം ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുന്നിരിക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രാജസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ വാള് തന്റെ കയ്യിൽ കിട്ടിയപ്പോ തനിക്കെതിരെ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവര് ഒന്നിനെയും തലയില്ല. വചനം പറയുന്നത്, വചനം നമ്മളെ ചോദിക്കുന്നത്, യോസേഫ് ഒരു ഇസ്രായേലിയൻ അല്ലായിരുന്നെങ്കിൽ, യോസേഫ് ഒരു ഇസ്രായേലിയൻ അല്ലായിരുന്നെങ്കിൽ സഹോദരങ്ങൾ ഒരെണ്ണം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവൻ സാക്ഷാൽ ഇസ്രായേലിയൻ ആയതുകൊണ്ട് അവന്റെ സഹോദരങ്ങളെല്ലാം നിലനിൽക്കുന്നു. ഇന്ന് കർത്താവ് ഒരു സ്ഥാനത്തേക്ക് തന്റെ ജനത്തെ ഉയർത്താൻ പോവുക. അധികാരം കയ്യിലേക്ക് തരും, വാള് കയ്യിലേക്ക് തരും. തന്റെ പ്രവർത്തിയാലും വാക്കിനാലും കാര്യങ്ങൾ സാധിക്കുന്ന ദിവസത്തേക്ക് വരുക. ഓർത്തുകൊള്ളുക, ഓർത്തുകൊള്ളുക. ആ ദിവസം കർത്താവ് ഉപയോഗിക്കുന്ന പാത്രമായി തീരാൻ എല്ലാം ഒരുപാടുണ്ട്, ചരിത്രമുണ്ട് എനിക്ക് പറയാൻ. എന്റെ ജീവിതത്തിൽ നിരവധി ചരിത്രങ്ങൾ, നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും അപമാനത്തിന്റെയും ഉപദ്രവത്തിന്റെയും എല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നില്ല. ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നില്ല. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവേ, ദാ ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് തിരുവായുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ മതി ദൈവം, മതി. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. ഞാൻ ഈ അനുഭവിച്ചത് മുഴുവനും, ഞാൻ കേട്ടത് മുഴുവനും, ഞാൻ അപമാനിക്കപ്പെട്ടത് മുഴുവനും, ഉപദ്രവിക്കപ്പെട്ടത് മുഴുവനും ആ ഒരൊറ്റ വാക്കിൽ തീർന്നു. ദൈവമേ, ദൈവം നിന്റെ സന്നിധിയിൽ നിന്ന് ആ വാക്കിനിക്കൊന്ന് ഉച്ചരിച്ച് കേൾക്കണം. മറ്റാരും പറഞ്ഞാൽ പോരാ, നീ തന്നെ പറയണം. അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ കർത്താവ് നേരിട്ട് കണ്ടപ്പോൾ അത് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം ദൈവം കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അത് കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ഇടവരണം. അങ്ങനെ വരട്ടെ. അതാണ് കർത്താവിന്റെ വചനത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത്. മനുഷ്യൻ നമ്മോട് നിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും അതെല്ലാം കർത്താവ് അനുഭവിച്ചത് ഓർക്കുമ്പോൾ എന്തുണ്ട് ഒടുവിൽ ജീവൻ അറ്റുപോകാൻ സമയത്ത് കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാതിരിക്കാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ രക്തത്തിന്റെ ശബ്ദമാണ്, ആ പുണ്യാഹ രക്തത്തിന്റെ ശബ്ദമാണ് എന്നിൽ നിന്ന് വെളിപ്പെട്ട് കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തെഫാനോസ് വെളിപ്പെട്ട് വന്നതുപോലെ കർത്താവ് ഈ പാപം അവർക്ക് നിർത്തരുത് എന്നുള്ള ശബ്ദം, ആ രക്തം ഇന്ന് ദൈവത്തിന്റെ സഭയിൽ, ആ രക്തത്തിന്റെ ശബ്ദം ഇന്ന് ദൈവത്തിന്റെ സഭയിൽ മുഴങ്ങുവാൻ ഉടയവൻ താല്പര്യപ്പെട്ടെന്ന് ദൈവത്തിന്റെ സഭയെ നടത്തുമ്പോൾ നമ്മിൽ കർത്താവ് പ്രസാദിക്കുകയും നമ്മിൽ ആശ്വാസം പ്രാപിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ദിവസമാക്കി ഇനിയുള്ള ദിവസങ്ങൾ തീരട്ടെ. കർത്താവ് സ്തോത്രം. സാക്ഷാൽ ഇസ്രായേലിൽ ഇവരിൽ കപടമില്ല. അവർ എന്റെ ജനം കപടമില്ലാത്ത മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. സ്തോത്രം. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. യേശു അവരെ സഹോദരന്മാർ വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ലജ്ജിക്കാതിരിക്കട്ടെ. കപടമില്ലാത്തതും വഞ്ചനയില്ലാത്തതും പ്രതികാരമില്ലാത്തതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിന്റെ സ്ഥാനം ഒരിക്കലും എടുക്കാത്തതുമായ ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ ജീവിതം ഇന്ന് ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൽപ്പിക്കട്ടെ. അത് നമുക്ക് ഓരോരുത്തർക്കും പ്രാപിച്ചെടുക്കാം. വേറെ ഒരു സമ്പാദ്യവും നമുക്ക് ഈ ലോകത്ത് നേടാനില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രം, ഈ ഒരു കാര്യം മാത്രം. ഇവരൊരു ഇസ്രായേലിൽ മതി. സ്തോത്രം. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേൽ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവ എൻ പാലകൻ താൻ,
ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവായ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ അണയാരുളും അൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാ